നമ്മുടെ ചന്ദ്രകാന്തം ഒരു കൊടും യുദ്ധത്തിലേക്ക് അതേ പ്രേക്ഷകർ നമ്മുടെ നയന ഇന്ത്യവരത്തിൻ്റെ ഓരോരുത്തരുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, എൻ്റെ ലക്ഷ്യം അർജുനെ കെട്ടുക എന്നത് മാത്രമാണ്. അർജുനെ വേണ്ടാത്ത ഒരാൾ ഇവിടെയുള്ളപ്പോൾ ഞാൻ എന്തിനായാലും ഭയപ്പെടണം, ഞാൻ ഉറപ്പായിട്ടും അർജുനെ കെട്ടാൻ തന്നെ വന്നതാണെന്ന് ഉറച്ച മനസ്സോടെ നമ്മുടെ നയന പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുമംഗലയാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ. അപ്പോൾ നന്ദയും അർജുനും ഒക്കെ നമ്മുടെ ബാക്കി വല്യമ്മയൊക്കെ ഇങ്ങനെ കിടുങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതായിരുന്നല്ലോ ഇവൾ ഉദ്ദേശം വന്ന രീതിയിൽ നമ്മുടെ നയനയൊക്കെ നോക്കുന്നുണ്ട്. അതിനുശേഷം നയനയുടെ ഒരു എന്താ പറയുക കടുത്ത അഭിനയം തന്നെ നമ്മുടെ അർജുൻ്റെ അടുത്ത് മുന്നിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. കരഞ്ഞ് കാല് പിടിക്കുന്ന ഒരു രംഗമൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ശേഷം നമ്മുടെ പിങ്കി രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഇന്ത്യവരത്തിൽ നിന്നും ബാഗ് പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് ഇറങ്ങി കൊടുക്കുന്നൊരു രംഗം തന്നെ കേട്ടോ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കോ, നയന അർജുനെ കെട്ടിക്കോ, ഞാൻ ഇവിടെ നിന്നും പോകുക എന്ന് പറഞ്ഞ് നമ്മുടെ പിങ്കി നമ്മുടെ ഇന്ത്യവരത്തിൽ നിന്നും പോകുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ പ്രൊമോൻ്റെ ഒരു സുപ്രധാന ഭാഗം എന്താണെന്ന് വെച്ചാൽ ഒരു അവസാന ഭാഗമാട്ടോ. നമ്മുടെ നയന കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി നയന അത് മോഷ്ടിക്കുന്നതായിരിക്കുമോ? എന്തായാലും ആ ഒരു രംഗം, ആ ഒരു ആഭരണം നമ്മുടെ കഥയെ മുന്നോട്ട് നയിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കണിക തന്നെയാണ്. എന്തായിരിക്കും ആരുടെ ആയിരിക്കും ആ ആഭരണം? നയന അത് മോഷ്ടിക്കുന്നതാകുമോ, അല്ലെങ്കിൽ ഇന്ത്യവരത്തിലെ അടുത്ത മരുമകൾക്ക് അത് കൈമാറിയതായിരിക്കുമോ? കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.